കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതരായ ദൈവമക്കളെ, വീണ്ടും നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം. നാം ആവർത്തന പുസ്തകത്തെ അധീകരിച്ചുകൊണ്ടുള്ള ചില ചിന്തകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആവർത്തന പുസ്തകം ആര്, എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച്, എന്തുകൊണ്ട് എഴുതി എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു. ഇന്ന് നാം ആവർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിലെ ചില ചിന്തകളിലേക്ക് കടന്നു വരികയാണ്. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മോശയുടെ പ്രഭാഷണമാണ്. അവിടെ മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് മോശ പൊതുവെ ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എന്നാൽ ഈ അധ്യായത്തിൽ മോശ പരാമർശിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഒന്ന് യാത്രയെ സംബന്ധിച്ച്, മറ്റൊന്ന് ഏകനായി താൻ ഭാരം വഹിക്കുന്നതിനെ സംബന്ധിച്ച്, കൂടാതെ ദേശം ഉറ്റുനോക്കാനായിട്ട് ഓരോ ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരായി 12 പേരെ അയക്കുന്നത് സംബന്ധിച്ച്, പിന്നെ നാം മുൻപോട്ട് വരുമ്പോൾ അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ മോശയുടെ തെറ്റിന്റെ കാരണം ജനത്തിന്റെ പാപമാണെന്ന് മോശ പ്രസ്താവിക്കുന്ന ഒരു വാക്യമാണ് 37-ാമത്തെ വാക്യം. തൻ്റെ കുറ്റം മറ്റൊരുത്തൻ്റെ മേൽ ചാരി വയ്ക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളുടെ സമാഹാരമാണ് ഈ ആവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായം. അതിൽ നമ്മൾക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സൂഫിനെതിരെ പാരാനും തോഫേലിനും ലാബാനും ഹിസേരോത്തിനും ദിസാഹാബിനും നടുവിൽ യോർദാൻ അക്കരെ മരുഭൂമിയിൽ അരാബയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തോടെല്ലാം പറഞ്ഞത് എന്തെന്നാൽ, സേയീർ പർവ്വതം വഴിയായി ഹോരേബിൽ നിന്ന് കാദേശ് ബർണയിലേക്ക് 11 ദിവസത്തെ വഴിയുണ്ട്. 40-ാം സംവത്സരം 11-ാം മാസം 1-ാം തീയതി മോശ ഇസ്രായേൽ മക്കളോട് യഹോവ അവർക്ക് വേണ്ടി തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും പറഞ്ഞു. ഹെസ്ബോനിൽ പാർത്തിരുന്ന അമോയ രാജാവായ സീഹോനെയും അസ്തോദിൽ പാർത്തിരുന്ന ബാശാൻ രാജാവായ ഓഗിനെയും യദ്രോയിൽ വെച്ച് സംഹരിച്ച ശേഷം യോർദാൻ അക്കരെ മോവാബ് ദേശത്ത് വെച്ച് മോശ ഈ ന്യായപ്രമാണം വിവരിച്ചു തുടങ്ങിയത് എങ്ങനെയെന്നാൽ, ഹോരേബിൽ വെച്ച് നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതത്തിൽ പാർത്തത് മതി. ഇന്നത്തെ ചിന്തയ്ക്കായി ഈ ഭാഗത്തൂടെ നമുക്ക് കടന്നു പോകാം. നാം ഈ ഭാഗം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവജനത്തോട് മോശ പറഞ്ഞത് അവരുടെ യാത്രയെ സംബന്ധിച്ച, ഇസ്രായേലിയർക്ക് ന്യായപ്രമാണം ലഭിച്ച സീനായി പർവ്വതമായ അഥവാ ഹോറേബ് പർവ്വതം മുതൽ കാദേശ് ബർണ വരെ കേവലം 11 ദിവസത്തെ വഴി യാത്രയുണ്ട്. ആ കാര്യം മോശ അവരെ ഓർപ്പിക്കുകയാണ്. അവിടെ നിന്ന് അവർ അപ്പോൾ പാളയമടിച്ചിരിക്കുന്ന മോവാബ് സമഭൂമി വരെ മറ്റൊരു 11 ദിവസത്തെ വഴിയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും ദൂരം യാത്ര ചെയ്യുവാൻ അവർ ഏകദേശം 40 വർഷം എടുത്തു. 22 ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ട യാത്രയ്ക്ക് 40 വർഷം
എടുത്ത വിവരം അവിടെ മോശ അവരെ ഓർപ്പിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? ആ യാത്ര ദീർഘമായി പോയതിന്റെ പിന്നിൽ ദൈവജനത്തിന്റെ മത്സരവും ദൈവജനത്തിന്റെ പെറുപെറുപ്പുമാണ് കാരണം. അവർ കനാൻ നാട്ടിലേക്ക് കടന്നു ചെല്ലുവാൻ പാകമാകേണ്ടതിനും അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ കനാൻ നാട്ടിൽ കാൽ കുത്തിക്കില്ല എന്ന ദൈവിക നീതി അവർക്ക് ഗ്രഹിക്കുവാൻ അവസരം കൊടുക്കുകയായിരുന്നു ഈ 40 കൊല്ലം കൊണ്ട്. മത്സരിക്കുന്ന ജനത്തെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പെറുപെറുക്കുന്ന ജനത്തെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ന്യായവിധി, ദൈവത്തിന്റെ ശിക്ഷാവിധി അവരുടെ മേൽ വന്നിരിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കും നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല പാപങ്ങളിൽ 2 പാപമാണ് മത്സരവും പെറുപെറുപ്പും. മത്സരിക്കുന്നതും പെറുപെറുക്കുന്നതും അത് ഗുരുതരമായ തെറ്റ് തന്നെ. ഇവരങ്ങനെ പർവ്വതത്തിൽ താമസിച്ച് നാളുകൾ തള്ളി നീക്കി ദൈവത്തോട് മത്സരിച്ചും പോരടിച്ചും മുൻപോട്ട് പോകുകയാണ്. മോശ അവരെ കുറിച്ച് താഴോട്ട് വായിക്കുമ്പോൾ 10-ാം വാക്യത്തിൽ പറയുന്നത്, ഇന്ന് നിങ്ങളുടെ ഏറ്റവും പെരുകിയിരിക്കുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിങ്ങൾ പെരുകിയിരിക്കുകയാണ്. യഹോവയായ ദൈവം അബ്രാഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിന്റെ ഒരു ഭാഗികമായ നിറവേറൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. പുറപ്പെട്ട ജനത്തെക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കുന്നു നിങ്ങൾ. ജനസഹസ്രങ്ങൾ ഉടലെടുത്തു, എന്നാൽ ജനം പെരുകി, മത്സരം വർദ്ധിച്ചു, പെറുപെറുപ്പ് വർദ്ധിച്ചു, ജനത്തിന്റെ നടുവിൽ പാപം വർദ്ധിച്ചു, ജനം ദൈവത്തിൽ നിന്നാകുന്നു, മര്യാദ വിട്ട് നടക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ നീതിക്കെതിരെ പോരാടാൻ തുടങ്ങി, അശുദ്ധമായ ചിന്തകളിലേക്കും മാത്സര്യ മനോഭാവത്തിലേക്കും അവർ തിരിയാൻ തുടങ്ങി. യഹോവയായ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളും നന്മകളുമെല്ലാം അവർ മറന്നുപോയി. മരുഭൂമിയിൽ വഴി കാണിച്ച് നടത്തിയ മേഘസ്തംഭത്തെ, ഇരുട്ടുള്ള വഴികളിൽ വെളിച്ചം കാണിച്ച് നടത്തിയ ആ അഗ്നിസ്തംഭത്തെ അവർ വിസ്മരിച്ചു. അവർക്ക് മന്നായും കാടപ്പക്ഷിയും കൊടുത്തത് എല്ലാം അവർ വിസ്മരിച്ചു. അങ്ങനെ മത്സരിച്ച ജനത്തെ മരുഭൂമിയിൽ തന്നെ കുഴിച്ചിടുവാൻ, മരുഭൂമിയിൽ തന്നെ അവസാനിപ്പിക്കുവാൻ യഹോവയായ ദൈവം തീരുമാനിക്കുകയാണ്. 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും ആ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി. 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടവരാരുമില്ല എന്ന് ചുരുക്കം. 40 വർഷം കൊണ്ട് യാത്രാവേളയിൽ ജനിച്ചു വളർന്നവർ മാത്രം. ഇതിനിടയിൽ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും തലമുറകൾക്ക് ജന്മം കൊടുത്തും വളർന്നു വന്ന ആ പുതിയ തലമുറ മാത്രം. ബാക്കിയുള്ളവരെല്ലാം പട്ടുപോയി. കനാൻ നാട്ടിൽ എന്തുകൊണ്ട് അവർ കടന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, അവരുടെ മത്സര്യ ബുദ്ധിയും അവരുടെ വെറുവെറുപ്പും നന്ദി കേടും. ദൈവം ചെയ്തതിന് ചോദിക്കാതെ ദൈവം കൊടുത്ത നന്മകൾ
അവർ ആവശ്യപ്പെട്ടിട്ടല്ലെങ്കിൽ പോലും ദൈവം അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അവരുടെ കഷ്ടപ്പാട് കണ്ട്, അവരുടെ കണ്ണുനീർ കണ്ട്, അവരുടെ വേദന കണ്ട്, അവരുടെ നിലവിളി കേട്ട് ദൈവം അവർക്ക് ചെയ്ത നന്മകൾ അതെല്ലാം അവർ മറന്നു. മിസ്രയീമിലെ ഊഴിയ വിചാരകന്മാരുടെ ദാസന്മാരായി പാടശേഖരങ്ങളിൽ പണിയെടുത്ത പട്ടിണിയുടെ, ദുഃഖത്തിന്റെ, വേദനയുടെ കഥനകഥ അവർ വിസ്മരിച്ചു. അതിൽ നിന്നെല്ലാം കൊണ്ടുവന്ന ദൈവത്തെ അവർ മറന്നു കളഞ്ഞു പ്രിയരെ. അതുകൊണ്ട് പുറപ്പെട്ട യോശുവയും കാലേബും ഒഴികെ ആരും കനാൻ നാട്ടിൽ കാൽകുത്തിയില്ല. എന്ത് കഷ്ടമാണ് എന്ന് നോക്കൂ, എന്ത് അത്ഭുതമാണെന്ന് നോക്കൂ. ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ എത്ര ഗംഭീരമായിരിക്കുന്നുവല്ലേ. മോശയ്ക്ക് പോലും അത് നോക്കിക്കാണാനേ സാധിച്ചുള്ളൂ. എന്നാൽ യോശുവയും കാലേബോ അവർ ദൈവത്തോട് പറ്റി നിന്നു. വേദപുസ്തകത്തിലെ എനിക്കിഷ്ടമുള്ള വാക്കുകളിൽ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് യോശുവയും കാലേബും യഹോവയോട് പറ്റി നിന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്കത് പിന്നാലെ ചിന്തിക്കാം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇവിടെ 6-ാം വാക്യത്തിൽ വായിച്ച ഒരു വാക്യമുണ്ട്. നിങ്ങൾ പർവ്വതത്തിൽ പാർത്തത് മതി. താമസിക്കുന്ന സ്ഥലം നിങ്ങൾ വിടണം. അവിടെ പാർത്തത് മതി. അവിടെ പാർത്ത കാലത്താണ് മാത്സര്യവും പെറുപെറുപ്പും ആരംഭിച്ചത്. ഇനി അത് മതിയാക്കൂ, നമുക്ക് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് ഒരു ആത്മീക സന്ദേശം കൈമാറട്ടെ. ലോകപ്രകാരമുള്ള ഉന്നതികളിൽ കഴിയുന്ന നമ്മൾ കനാൻ നാടിനെ വിസ്മരിക്കരുത്. എത്ര ഉന്നതമായ സാഹചര്യത്തിലും സാധ്യതയിലും നമ്മൾ എത്തിച്ചേർന്നാൽ കനാൻ നാടിന്റെ മഹിമ, അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് സ്വന്തമാക്കേണ്ട ഉത്തരവാദിത്വം മറക്കരുത് സുഹൃത്തെ. ഒരുപക്ഷെ പർവ്വതത്തിലെ വാസം നമുക്ക് അനുഗ്രഹമായി തോന്നിയേക്കാം, നല്ല കാലാവസ്ഥ അനുഭവപ്പെട്ടേക്കാം, സുഖകരമായിരിക്കാം അത്. പക്ഷേ ഞാൻ കനാൻ നാട്ടിൽ പാർക്കാൻ എന്റെ ദൈവം എന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നു എന്നും, കനാൻ നാട്ടിലെ പാർക്കേണ്ടതിന് അവിടെ പാർക്കുന്ന അമോരി രാജാവിനെയും അതോടൊപ്പം തന്നെ ബാശാൻ രാജാവായ ഓഗിനെയും സീഹോനിലെയും ഹെശ്ബോനിൽ അസ്താരാത്തിൽ പാർത്തിരുന്ന ബാശാൻ രാജാവായ ഓഗിനെയും ദൈവജനത്തിന്റെ യാത്രയിൽ തടസ്സം സൃഷ്ടിച്ച സീഹോനെയും ഓഗിനെയും പരാജയപ്പെടുത്തി മുന്നേറേണ്ട ആവശ്യകത മോശ ജനത്തെ അറിയിച്ചു. നമ്മൾ യുദ്ധം ചെയ്ത് ഇവരെ കീഴടക്കണം. 12 നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയ ശേഷം വേണം കനാൻ നാട് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ പർവ്വതത്തിൽ പാർത്തത് മതി. ഇറങ്ങി വരിക. ഉന്നതികളെ വിട്ട്, അനുഭവിക്കുന്ന സ്വാർത്ഥതകളെ വിട്ട്, സൗകര്യങ്ങളെ വിട്ട് യഹോവയായ ദൈവത്തിൽ വാഗ്ദത്തം ചെയ്ത ആ കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ പടയണി ചേരാൻ ദൈവാത്മാവ് നമ്മെ നിർബന്ധിക്കുകയാണ്. സൗകര്യങ്ങളല്ല വേണ്ടത്, നിത്യതയാണ് വേണ്ടത്. പണമല്ല വേണ്ടത്, നിത്യജീവനാണ് വേണ്ടത്. സുഖ സൗകര്യങ്ങളെക്കാൾ ഉപരി സ്വർഗീയ കനാനിലെ ആത്യന്തികമായ സന്തോഷമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. അതവരെ ബോധ്യപ്പെടുത്തി പർവ്വതത്തിൽ പാർത്തത് മതി. യാത്രാവേളയിൽ പെരുകി വന്ന ജനം യഹോവയായ ദൈവത്തോട് പറ്റി നിൽക്കേണ്ട ജനം.
ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ മോശെ അവരുടെ നടുവിൽ ഒരു കാര്യപരിപാടി തയ്യാറാക്കുകയാണ്. 1000 പേർക്ക്, 100 പേർക്ക്, 50 പേർക്ക്, 10 പേർക്ക് എന്ന വണ്ണം യഥാക്രമം അധിപതികളെ ആക്കി. വിശ്വാസധീരന്മാർ, ദൈവത്തോട് പറ്റി നിൽക്കാൻ മനസ്സുള്ളവർ, യോദ്ധാക്കൾ, വിശ്വസ്തർ, ഭയമില്ലാത്തവർ, നേതൃത്വം കൊടുക്കാൻ പ്രാപ്തിയുള്ള ഓരോരുത്തരെയായി തെരഞ്ഞെടുത്തു. 1000 പേർക്ക് അധിപതി, അങ്ങനെയുള്ള 100 പേർക്ക് അധിപതി, പിന്നെ 50 പേർക്ക് അധിപതി, 10 പേർക്ക് അധിപതി എന്ന വണ്ണം ജനത്തെ ന്യായം വിധിപ്പാൻ, ജനത്തിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചപ്പോൾ പരിഹാരം കാണാൻ മോശെ ഒരു മാർഗം കണ്ടെത്തി. തന്റെ അമ്മാവിയപ്പനായ യിത്രോവിന്റെ ഉപദേശമായിരുന്നു അത്. യഹോവയായ ദൈവം അത് അംഗീകരിച്ചു. ഈ ജനത്തെ, അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അങ്ങ് പെരുകി. ജനസംഖ്യ വർദ്ധിച്ചതിനനുസരിച്ച് പ്രശ്നങ്ങളും പെരുകി. അവരുടെ കാര്യങ്ങൾ പരിഹരിപ്പാൻ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും അവർ മോശയുടെ അടുക്കൽ വരും. മോശ വേണം എല്ലാം കേൾക്കാൻ. ആ വലിയ ദുസ്സഹമായ നേതൃത്വത്തിൽ യഹോവയായ ദൈവം അവർക്ക് അനുവാദം കൊടുത്തു. 1000 പേർക്കും, 100 പേർക്കും, 50 പേർക്കും, 10 പേർക്കും അധിപതികളെ ആക്കി. അങ്ങനെ ലക്ഷക്കണക്കിനുള്ള ജനത്തിന്റെ ഓരോരോ ദിവസം ഉണ്ടാകുന്ന പരാതികളും പ്രശ്നങ്ങളും അവർ പരിഹരിച്ചു കൊണ്ടിരുന്നു. അവർക്ക് പരിഹരിക്കാൻ കഴിയാത്തത് അവർ മോശയുടെ അടുക്കിലേക്ക് അയക്കും. മോശ യഹോവയായ ദൈവത്തിന്റെ മുൻപിലിരുന്ന് ആലോചന ചോദിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. അങ്ങനെ ഒരു സാഹചര്യം മോശ ആദ്യമായി ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനത്തിന്റെ നടുവിൽ നടപ്പാക്കി. മായപ്പനായ യിത്രോ പറഞ്ഞുകൊടുത്ത യിത്രോയുടെ ആലോചന ദൈവസന്നിധിയിൽ വെച്ച് അതിൽ നിന്ന് ഊർജം കൊണ്ട് മോശ അങ്ങനെ ഒരു കാര്യം നിർവഹിച്ചു. അത് വളരെ നന്നായി. അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത് 1:22 വാക്യമാണ്. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്തു വന്ന് നാം ചില ആളുകളെ മുൻകൂട്ടി അയക്കുക. അവർ ദേശം ഉറ്റുനോക്കിയിട്ട് നാം ചെയ്യേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരും. ദേശം മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കാൻ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ അയക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഈ കാര്യങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് 1000 പേർക്ക് അധിപതി, 100 പേർക്ക് അധിപതി, 50 പേർക്ക് അധിപതി, 10 പേർക്ക് അധിപതിയായിട്ടുള്ളവരെ തെരഞ്ഞെടുക്കാനും കാണിപ്പാനിരിക്കുന്ന, കൊടുപ്പാനിരിക്കുന്ന കനാൻ നാട്ടിൽ പോയി ദേശം എങ്ങനെയെന്ന് മനസ്സിലാക്കി മടങ്ങി വരാനും തെരഞ്ഞെടുത്തവരെല്ലാം വിശ്വസ്തരായിരിക്കണമെന്ന് മോശയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. യഹോവയെ സേവിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. മോശയുടെ തെരഞ്ഞെടുപ്പും മോശയുടെ നിർദ്ദേശങ്ങളും അത് എത്രയോ ഗംഭീരമായിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്താലുള്ളൊരു തെരഞ്ഞെടുപ്പായി നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും.
നമ്മളിൽ ദൈവം എന്തൊക്കെയോ പ്രതീക്ഷകൾ വെച്ചാണ് നമ്മളെ ദൈവം തെരഞ്ഞെടുക്കുന്നത്. എന്തൊക്കെയോ ആശ അവൻ്റെ പക്കലുണ്ട്. എന്തൊക്കെയോ ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് അവനുണ്ട്. ആരെയൊക്കെയോ ഉണർത്താൻ, ആരെയൊക്കെയോ രക്ഷിക്കാൻ താങ്കളെ കൊണ്ട് ദൈവം ആഗ്രഹിച്ചിട്ടാണ് താങ്കളെ ദൈവം വിളിച്ചത്. എന്നാൽ നമ്മൾ പർവ്വതത്തിൽ പാർക്കുന്നു. അത് മതി. ദൈവം നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഉന്നതികളെ വിട്ട്, തങ്ങൾക്ക് തന്നെ അഭിമാനം എന്ന് തോന്നുന്ന കാര്യങ്ങളെ വിട്ട് ദൈവത്തിന് അഭിമാനകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ താഴോട്ടിറങ്ങി വരൂ. തെരഞ്ഞെടുപ്പിൻ വിലയെ മാനിക്കൂ. നമ്മളെ മാനിച്ചവനെ മാനിക്കൂ. ദൈവം അയക്കുന്നിടത്തേക്ക്, ദൈവം എവിടെ അയച്ചാലും, എന്നയച്ചാലും, എപ്പോൾ അയച്ചാലും അവിടെ കടന്നു ചെന്ന് ദൈവം എന്നെ കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിർവഹിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് ദൈവത്തോടൊന്ന് പറയണം. ഞാൻ ഇന്ന് ശുശ്രൂഷയ്ക്ക് അവസാനം കുറിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് 2 ചിന്തകളാണ്. ഒന്ന്, മത്സരവും പെറുപെറുപ്പും നമ്മുടെ ജീവിതത്തിന് നന്നല്ല, അത് ദൈവത്തിന് പ്രസാദമല്ല. 2, ദൈവം വിളിച്ച, ദൈവം ചുമതലകൾ ഏൽപ്പിച്ച, ദൈവം ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ച താങ്കളിനി പർവ്വതത്തിൽ പാർത്തത് മതി. ഇറങ്ങി വന്ന് കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ യഹോവയായി ദൈവം ഏൽപ്പിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണം. അർത്ഥാൽ നമ്മുടെ കർത്താവ് പോകാൻ സമയം നമ്മളെ പരമേൽപ്പിച്ചിട്ടുള്ള കുറെ ചുമതലകളുണ്ട്. ഒരിക്കലും വചനം കേട്ടിട്ടില്ലാത്ത ആളുകളുടെ മുൻപിൽ ജീവന്റെ സന്ദേശത്തിന്റെ വാഹകരായിരിക്കുക. അവൻ നടന്നതുപോലെ നടക്കുക. അനേകരെ നരകത്തിൽ നിന്ന് നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അനേകരെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് നടത്തുക. ഇത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സുഹൃത്തെ. മറക്കല്ലേ. അതിനായി നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ വളരെ വിനയത്തോടെ ഇതാ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. നീ കരുണ തോന്നി അനുഗ്രഹിക്കണം. ദൈവകൃപയിൽ സൂക്ഷിക്കണമേ. എല്ലാവരോടും നീ മനസ്സറിയണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വചനം കേട്ട എപ്പേർപ്പെട്ടവരെയും അനുഗ്രഹിച്ചാൽ വിശുദ്ധിയോടെ ജീവിക്കാൻ കനാനിലേക്കുള്ള യാത്രയിൽ ഒരുമിച്ച് കൃപയാൽ എത്തിച്ചേരാൻ സഹായിച്ചാട്ടെ. അങ്ങ് മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ജില്ലയിലാണ് ഈജിയം ഓഫ് ഇന്ത്യയുടെ മിഷൻ ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത്. ശുശ്രൂഷക്കാരായ ബ്രദർ സോമനാഥ് കർമാഗർ, ബ്രദർ വിജയ് കച്ചാപ്പ്, ബ്രദർ പ്രേംചന്ദ് മുണ്ട എന്നിവർ ഇവിടെ സുവിശേഷ വേല ചെയ്തു വരുന്നു. ടാറ്റാനഗറിലെ ബെഡ്ഗോറ വില്ലേജിൽ ബെദൽ ഗോസ്ബൽ മിഷൻ ചർച്ച് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നു. ഗദര, ബാഡേഗോറ, റാദർഗോഡ, സപ്പോട്ര, നമോട്ടോള, പരിശുദ്ധി, തുപ്പൂട്ടാങ്ക്, ലോക്കോ കോളനി എന്നീ ഗ്രാമങ്ങളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സന്താളി, മുണ്ട, മച്ചുവ, ലോഹാർ എന്നീ ആദിവാസി വിഭാഗങ്ങളിൽപ്പെടുന്നവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സഭയോട് ചേർന്നിരിക്കുന്നു. ഏകദേശം 70ഓളം പേർ ആരാധനയ്ക്കായി കൂടിവരുന്നു. വേലയുടെ അതിരുകളെ ദൈവം വിശാലമാക്കുന്നതിനും വേലക്കാരെയും വിശ്വാസികളെയും കാത്തുപരിപാലിക്കുന്നതിനുമായി ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ.